JSK ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇതാണ് ഇന്ന് ഞാൻ കണ്ട പടം ഇന്നാണ് റിലീസായത്. അപ്പോൾ പടത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഈ ഒരു പടം നമുക്കറിയാം, ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കിയൊരു പടമാണ്. ആ ഒരു പേരിൻ്റെ ജാനകി എന്നുള്ള പേര് ഭയങ്കര പ്രശ്നമാണ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ പ്രശ്നം തന്നെ ഞാൻ പടം കണ്ടിട്ട് എൻ്റെ അഭിപ്രായം എന്താ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പടത്തിനകത്ത് സംഭവമൊക്കെ ശരിയാണ്. ഇപ്പോൾ ജാനകി എന്ന് പറഞ്ഞൊരു ബാംഗ്ലൂർ ഉള്ളൊരു ലേഡി ഒരു വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വരുന്നു. ആ ടൈമിൽ പുള്ളിക്കാരത്തേക്ക് ഒരു ചെറിയ സംഭവം ഉണ്ടാകുന്നു. ആ സംഭവം എന്താണെന്നൊക്കെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ ബേസിലാണ് ഈ കഥ ഫുള്ളോട് പോയേക്കണം. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പേര് ഉപയോഗിച്ചതിൽ എനിക്കങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നും എനിക്ക് തോന്നാറില്ല. കാരണം ഇത് ജസ്റ്റ് ഒരാളുടെ പേരാണ്. ഈ പടത്തിനകത്ത് അങ്ങനെ ദൈവികമായിട്ടുള്ള അധിക്ഷേപം അങ്ങനെ സംഭവങ്ങളൊന്നും ഈ പടത്തിനകത്ത് നടത്താനില്ല. അത് പിന്നെ നോർമലായിട്ട് ഇപ്പോൾ ഒരു ലേഡിക്കൊരു പേര് വന്നു പോയി. അപ്പോൾ ആ പേര് വെച്ചിട്ട് ഒരു കോട്ടറാമയാണ് പടം, പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചോദ്യോത്തരങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവർ പറഞ്ഞ റീസൺസ് വേറെ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ചോദ്യം ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയേണ്ടത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു കേസിലാണ് ഈ പടം ഇത്രയും ഫേമസ് ആയത്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് ആ ഒരു രീതിയിൽ തന്നെ ഈ പടത്തിന് വേണ്ടി നടന്നിട്ടുണ്ട്. അതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ പടം കാണാൻ പോയത്. അപ്പോൾ ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ അനുപമ പരമേശ്വരനാണ് ലീഡ് റോൾ വന്നേക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു വിക്റ്റിമായിട്ട് ഇതിനകത്ത് കാണിക്കണം. പിന്നെ പുള്ളിക്കാരത്തി ഫേസ് ചെയ്യണ ഒരു ചെറിയൊരു സംഭവം ആ ഒരു യാത്രയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് പുള്ളിക്കാരത്തി ഒരു സ്ട്രഗിളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സൂപ്പർ റോളാണ്. ഇപ്പം മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു റോള് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ കുറവായിരിക്കും. അങ്ങനെ ആദ്യം വീണ് കിട്ടുന്ന ഒരു ഭാഗ്യമല്ല ഈ റോൾ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പ്രവീൺ നാരായണാണ് സംവിധായകൻ വന്നേക്കണം. പുള്ളി നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കോഡ് ഡ്രാമയൊക്കെ നല്ല നീറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയാണ് ഇതിനകത്ത് അഡ്വക്കേറ്റ് ഡേവിഡ് ഡോണോവാൻ, അങ്ങനെയാണ് പേരുന്ന എൻ്റെ ഓർമ്മ, ഡോണോവാൻ. അതാണ് പുള്ളി വന്നിട്ട് ഈ ഒരു കേസിനകത്തേക്ക് വരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ക്ലാഷ് ഓഫ് ടൈറ്റൻസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള മനസ്സിലായല്ലോ, സർക്കാരായിട്ടുള്ള സംഭവങ്ങളാണ് അതിനകത്ത് മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ കുറേ കോഡ് ഡ്രാമാസ് ഉണ്ട്. ഇപ്പോൾ സാധാരണ നമുക്ക് കോഡ് ഡ്രാമയൊക്കെ കണ്ടിരിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഈ പടം ഒട്ടും മോശമാക്കാനുള്ള നല്ല രീതിയിൽ തന്നെ പിടിച്ചു. പക്ഷേ നമുക്ക് ആ നിസ്സഹായാവസ്ഥ നമുക്ക് ഫീൽ ആവും. കാരണം പല ഘട്ടങ്ങളിനകത്തും ഈ ഒരു വിക്റ്റിം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അത് ഒന്നും അല്ലാതാക്കിയുള്ള രീതിയിലുള്ള വാദങ്ങൾ, അതിനെ എതിർത്ത് പിടിക്കുന്ന സംഭവങ്ങൾ. ഇതിനകത്ത് ദിവ്യ പിള്ള വരുന്നുണ്ട്, അതേപോലെ ലീഡായിട്ട് അനുഭവമുണ്ട്. പിന്നെ നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ വരുന്നുണ്ട്, ഗോകുൽ സുരേഷ് വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ആസിഫ് അലിയുടെ ബ്രദറാണെന്ന് തോന്നുന്നു, പുള്ളിയും കാര്യങ്ങളൊക്കെ അത് വരുന്നുണ്ട്. ഇത്ര ആൾക്കാർ ഈ പടത്തിനകത്ത് കട്ടക്കാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്കോർ എനിക്ക് തോന്നുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും ഞാൻ ഓർത്തെടുക്കാനുള്ള, പുള്ളി നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പേര് ഞാൻ ഓർത്താണ്. ഓക്കെ, പോട്ടെ. നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോഡ് ഡ്രാമയൊക്കെ നല്ല രസമായിട്ടാണ് ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട്, നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പടം, കുറച്ച് എന്താ പറയുക, കുറച്ച് ഡാർക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ ഒരു സംഭവം ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ പടത്തിന് ടിക്കറ്റ് എടുക്കുക. നല്ല നീറ്റായിട്ട് തന്നെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് യാതൊരു രീതിയിലൊരു കുറവ് പറയാനില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടൊരു കോൺട്രവേഴ്സിയൊക്കെയാണ് പടത്തിന് ഉണ്ടായിരിക്കുന്നത്. അതും ഈ ഒരു പേരായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഈ പടം കാണേണ്ട പടമാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇട്ടേക്കാം, വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.